നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ലേറ്റായി റീഡിങ് റെക്കോർഡ് ചെയ്യാൻ, എന്നാലും ഓക്കെ ആവും. ഐ തിങ്ക് ടൈമിന് അപ്ലോഡ് ആയിക്കോളും. ഓക്കെ, ഞാനിവിടെ നിന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ ലാസ്റ്റ് ടൈം നിങ്ങൾ പേഴ്സണിനോട് സംസാരിച്ചപ്പോൾ, അതിപ്പോൾ എന്ന് വെച്ചാൽ അവസാനമായിട്ടെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്ന രീതിയിലല്ല. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ സംസാരിച്ച, അതായത് ഇന്നലെയോ ഇന്ന് രാവിലെയോ എപ്പോഴായാലും ശരി, ഓക്കെ, ഇന്നലെ ആവാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം മുൻപായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചായിട്ട് കോണ്ടാക്ട് ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് ടൈം നിങ്ങൾ സംസാരിച്ചപ്പോൾ, ഓക്കെ, അവസാനിപ്പിച്ചു എന്ന രീതിക്കല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ സംസാരിച്ച സമയത്ത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിലുണ്ടായ കോൺവെർസേഷനെ കുറിച്ചോ അങ്ങനെ ജസ്റ്റ് എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും ലാസ്റ്റ്, അതായത് ഇപ്പോൾ ചിലപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ന് രാവിലെ നിങ്ങൾ സംസാരിച്ച് കാണാം, ഈ റീഡിങ് കാണുന്നതിന് മുമ്പ് കേട്ടോ. ഓക്കെ, അപ്പോഴും ആവാം, ഇന്നലെ രാത്രി ആവാം, ഇന്നലത്തെ ദിവസം ആവാം, അതിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ദിവസം ആയിരിക്കാം, കഴിഞ്ഞ ആഴ്ച ആയിരിക്കാം, കഴിഞ്ഞ മാസം ആയിരിക്കാം, എപ്പോഴും ആയിക്കോട്ടെ. എന്നാണോ നിങ്ങൾ ലാസ്റ്റ് അവരോട് സംസാരിച്ച്, ഓക്കെ, ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലാസ്റ്റ് കോൺവെർസേഷൻ. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താ വന്നത് നോക്കാം. ഓക്കെ, ഓക്കെ, കിഡ്സ് എന്ന് പറയുന്നുണ്ട്. സൂൺ, സ്റ്റെബിലിറ്റി, വെരി നൈസ്. ഓക്കെ, എന്താ അത്? ആൻസേഴ്സ് അറൈവിങ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, കോൺഫ്ലിക്ട്സ്, വർക്ക് ഓൺ യുവർ കണക്ഷൻ. ഓക്കെ, ഞാൻ എടുത്തിട്ട് പറയാം അല്ലേ. ഓക്കെ, soul contract, very nice. Support and chemistry. Okay, nice. Oh, ഇവിടെയും പ്രഗ്നൻസിയുടെ കാര്യം കാണുന്നുണ്ട്. പാഷൻ ഉണ്ട്. ഓക്കെ, ഒന്ന് രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ മാരീഡ് ആണ്, ഹസ്ബൻഡോ വൈഫോ ആണ്, നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ, ഓക്കെ, അതായത് നിങ്ങളുമായിട്ട്, അപ്പോൾ ഹസ്ബൻഡോ വൈഫോ ആണെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മേ ബി ഇന്ന് രാവിലെ സംസാരിച്ചായിരിക്കാം, ഇന്നലെ സംസാരിച്ചായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് ഹസ്ബൻഡോ വൈഫോ നിങ്ങൾ മാറി മാറി ദൂരെ ഇരിക്കുന്നവരാണെങ്കിൽ ലാസ്റ്റ് ടൈം നിങ്ങൾ എപ്പോഴാണ് ഫോണിൽ സംസാരിച്ച വെച്ചാൽ ആ കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ചിന്തിച്ചത് നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി എന്ന രീതിയിലാണ്. ഓക്കെ, അതായത് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, നമ്മൾ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ വേണം, നമ്മൾ ഫാമിലി വേണം എന്ന രീതിക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ വളരെ പാഷനേറ്റ് ആയിട്ടാണ് അവർ ആലോചിച്ചത്. കാരണം കെമിസ്ട്രി ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു എനർജി പറയാം. ഓക്കെ, ഹസ്ബൻഡോ വൈഫോ ആണെങ്കിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം ആ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്തിട്ടുണ്ട്, സെക്ഷൽ ഡിസയേഴ്സ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ആ ഒരു തരത്തിൽ ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. കുട്ടികൾ വേണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. മേ ബി നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് കാണാം, അതുകൊണ്ടായിരിക്കും. ഓക്കെ, മേ ബി നിങ്ങൾ പറഞ്ഞു കാണാം ഇനി കുട്ടികൾ വേണം, അല്ലെങ്കിൽ മാരീഡ്, ജസ്റ്റ് റീസെൻ്റ്ലി മാരീഡ് ഒക്കെ ആണെങ്കിൽ മേ ബി കുട്ടികൾ വേണം എന്ന രീതിക്ക് സംസാരിച്ച് കാണാം. അല്ലാത്തവർക്ക് ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളെക്കുറിച്ചുള്ള സംസാരങ്ങൾ വന്ന് കാണാം അവിടെ. ഓക്കെ, ഇതിനെ വേറെ രീതി കൂടി എടുക്കാം. മേ ബി നിങ്ങൾ രണ്ടുപേരും പരസ്പരം ലൈക്ക് മേ ബി നിങ്ങളെ പേഴ്സണിന് തോന്നിക്കാണാം എന്നിട്ട് നിങ്ങൾ വളരെയധികം കുട്ടികളെ പോലെയാണെന്ന്, അതായത് വളരെ ഇന്നസെൻ്റ് ആയിട്ട് എന്ന രീതിക്ക് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കളിയോ ചിരിയോ അങ്ങനത്തെ വല്ല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ കുട്ടികളെ പോലെ നിങ്ങൾ വളരെ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന നേച്ചറാണെന്ന് വിചാരിച്ച് കാണാം. കാരണം ഇവിടെ കിഡ്സ് ഉണ്ട്, ഇത് പ്രഗ്നൻസി ഉണ്ട്. ഓക്കെ, അത് വേറെ. കിഡ്സ് എന്ന് കാണുമ്പോൾ മേ ബി നിങ്ങളുടെ നേച്ചർ തന്നെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മേ ബി ആ സമയം സ്പെൻഡ് ചെയ്തത്, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കുട്ടികളെ പോലെ, ലൈക്ക് നമ്മൾ പറയില്ലേ എല്ലാം മറന്ന് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ആ രീതിക്ക് നിങ്ങൾ എൻജോയ് ചെയ്ത് കാണാം. അതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നുണ്ട് അവർ. അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്ന് ചിന്തിച്ച് കാണാം. ഓക്കെ, മേ ബി വളരെ സീരിയസ് ആയിപ്പോയി റിലേഷൻഷിപ്പ്. ഓക്കെ, ഇനി കുറച്ചൊന്ന് നമ്മൾ കുട്ടികളെ പോലെ ആവണം എന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണാം. അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പരിചയമുള്ളവരാണ്. കുറേ മീനിങ്സ് ആണ് കേട്ടോ. സോ ഞാൻ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും മാച്ച് ചെയ്യുക, അതുകൊണ്ടാണ് എല്ലാം പറയാൻ ശ്രമിക്കുന്നത്. കുറച്ച് പേർക്ക് തോന്നി മേ ബി നിങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ തന്നെ
ഓക്കെ, ആ ഒരു കുട്ടിക്കാലമൊക്കെ അവർ ഓർത്ത് കാണും. ലൈക്ക് മേ ബി സ്കൂളിലോ കോളേജിലോ നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതായിരുന്നു. സോ ആ സമയം തൊട്ടേ നിങ്ങൾ തമ്മിലൊരു ഇഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് അറിയുകയൊക്കെ ആണെങ്കിൽ ആ സമയങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചായിരിക്കാം. നോസ്റ്റാൾജിയ എന്ന് പറയാം, ഓക്കെ, ഒരു മിസ്സിങ് എനർജി എന്ന് പറയാം, അല്ലെങ്കിൽ ലൈക്ക് ഓക്കെ കുട്ടികളുടെ കാര്യം ചിന്തിച്ചു എന്ന് പറയാം. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ സൂണും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻസിയുടെ കാര്യം ഇവിടെ വരികയും ചെയ്തു. സോ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുമായിട്ടൊരു ഫാമിലി പോലെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാരീഡ് അല്ലെങ്കിലും, ഇപ്പം നിങ്ങൾ സപ്പോസ് മാരീഡ് അല്ല, ഓക്കെ, നിങ്ങൾ സിംഗിൾസ് ആണ്, നിങ്ങൾ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണുന്നുണ്ട്, അത് പറയാം ഞാൻ പിന്നീട്. ഓക്കെ, സോ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് മാരേജും, കാരണം ഇവിടെ സോൾ കോൺട്രാക്ട് എന്നൊക്കെ കാണുന്നുണ്ട്. സോ മാരേജ് വേണം, കുട്ടികൾ വേണം എന്ന് ചിന്തിച്ച് കാണാം. ഓക്കെ, അല്ലാത്ത ഒരു പോർഷൻ ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. നിങ്ങളുടെ ഇടയിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവരുടെ കുട്ടികളെ കുറിച്ച് ചിന്തിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് ചിന്തിച്ചു, ലൈക്ക് ഫാമിലീസിനെ കുറിച്ച് ചിന്തിച്ചായിരിക്കാം. കാരണം ഇവിടെ പ്രഗ്നൻസി എന്ന് കാണുന്നുണ്ട്. മേ ബി അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ഐ മീൻ ലൈക്ക് മാൻ ആയാലും മാൻ വാച്ചിങ് ആയാലും അവരുടെ വൈഫിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ ലൈക്ക് ഒരു പ്രഗ്നൻസിയുടെ കാര്യം ഇവിടെ ഇടയിൽ വന്നിട്ടുണ്ടാവാം. ആൻഡ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. സോ മേ ബി തേർഡ് പാർട്ടിയുമായിട്ട് ചിലപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ പലതരത്തിലാണ് ഇവിടെ. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും മാച്ച് ആവുക. എല്ലാവർക്കും എല്ലാം മാച്ച് ആവില്ല. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കാം. ആൻഡ് ഇവിടെ സൂൺ എന്ന് പറയുന്നുണ്ട്. സൂൺ ആൻഡ് ഇവിടെ ഒരു സ്നേഹവും ലവ് ലെറ്റർ പോലെയൊക്കെയാണ് ഇവിടെ. സോ ഇത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന് പറയാം, കാണാൻ ആഗ്രഹിച്ചു എന്ന് പറയാം. ഓക്കെ, പേഴ്സൺ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ അവർക്ക് നിങ്ങളോട് വളരെയധികം ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഫീലിങ്സ് വന്നിട്ടുണ്ടാവും. അത് അവർക്ക് നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹം ഉണ്ടാവും. മേ ബി പറഞ്ഞു കാണില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ അവർ പറഞ്ഞു കാണാം. ഓക്കെ, രണ്ടും ഉണ്ടാവും. അവർക്ക് നിങ്ങളെ ആക്ച്വലി കാണാൻ തോന്നുന്നുണ്ട്, സൂൺ എന്ന് പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങളുമായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിലേക്കൊക്കെ പറയാം. ഓക്കെ, അവർക്ക് ആഗ്രഹമൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും നിങ്ങളോട് സംസാരിച്ചപ്പോൾ. ഓക്കെ, നിങ്ങൾ ദൂരേക്ക് ആണെങ്കിൽ മേ ബി അവർക്ക് കാണാൻ തോന്നി, അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ തമ്മിൽ സപ്പോസ് ഓക്കെ കോണ്ടാക്ട് ചെയ്യാൻ അവർക്ക് ഫീലിങ്സ് ഉള്ളത് എക്സ്പ്രസ് ചെയ്യണം എന്ന് തോന്നി എന്ന് പറയാം. ഓക്കെ, ഇവിടെ സ്റ്റെബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ മാരേജിൻ്റെ കാര്യം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ അവരുടെ സ്റ്റെബിലിറ്റി, ലൈക്ക് പേഴ്സൺ മാരീഡ് ആണെങ്കിൽ ആ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ചിന്തിച്ചായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം, മാരേജ്, കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളോട് സംസാരിച്ചപ്പോൾ ആ സമയത്ത് അവർ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത്. മാരേജ്, കുട്ടികൾ എന്ന രീതിക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. കുറേ പേർക്ക്, മെജോറിറ്റി ഐ തിങ്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ പ്രഗ്നൻസി, പാഷൻ, കെമിസ്ട്രി, സ്റ്റെബിലിറ്റി, കിഡ്സ് എല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ ഇവിടെ സോൾ കോൺട്രാക്ട് പ്രത്യേകം നടുവിലാണ് വന്നിട്ടുള്ളത്, സ്റ്റെബിലിറ്റിയുടെ അടുത്താണ് വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ ഓക്കെ ഒരു സോൾ കോൺട്രാക്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കോൺട്രാക്ട് ഉണ്ട് ആക്ച്വലി. ഓക്കെ, അവർക്കും അത് ഫീലിംഗ് ഉണ്ട് ദാറ്റ് നിങ്ങൾ തമ്മിൽ എന്തോ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്. ഓക്കെ, എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് പറയില്ലേ, നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു ബന്ധമാണ് എന്ന് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഞാൻ പറയില്ലേ നെക്സ്റ്റ് ലെവലിലേക്ക് ഫാമിലി പോലെ അങ്ങനെയൊക്കെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഫാമിലി, മാരേജ്, കമ്മിറ്റ്മെൻറ്റ് അങ്ങനെയാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ആൻസേഴ്സ് അറൈവിങ് എന്നുണ്ട്. ഓക്കെ, മേ ബി തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞു കാണാം, അങ്ങനെ ആയിരിക്കാം. ഓൾറെഡി ഇപ്പോൾ സപ്പോസ് അവർ മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്നിട്ട് അവർ മാരീഡ് ആണ്, തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. അല്ലാത്തവർക്ക് മേ ബി എന്തെങ്കിലും ഇവർ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പേരിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്ന് കാണാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ അറിഞ്ഞു കാണാം ചിലപ്പോൾ ചില കാര്യങ്ങൾ. ഓക്കെ, മേ ബി പേഴ്സൺ ആരോടെങ്കിലും ഫ്ലേർട്ട് ചെയ്തു, സംസാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി, അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞു കാണാം. അത് നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പക്ഷേ അവർക്ക് നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്നാണ് ആഗ്രഹം. വർക്ക് ഓൺ യുവർ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്, കണക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണിൻ്റെ ആഗ്രഹം ശരിക്കും നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്ന് കാണാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഈ ഒരു കാര്യം പറഞ്ഞ് വല്ല വഴക്കോ വലതൊട്ട് കാണാം. അപ്പോൾ അവർക്ക് പക്ഷേ ഈ സിറ്റുവേഷൻ ഇനിയിപ്പോൾ അതിന് ശേഷം അവർക്ക് തോന്നുന്നുണ്ട് that ഇതൊന്ന് ബെറ്റർ ആക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ മനസ്സിലും ആക്ച്വലി നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇത് സൂണും വർക്ക് ഓൺ യുവർ കണക്ഷൻ രണ്ടും ഒന്നിച്ചും വന്നിട്ടുണ്ട്. സോ ഇവിടെയും നോക്കുക, ഇതൊരു മെസ്സേജ് വരുന്ന പോലെയാണ്, സ്നേഹത്തിൻ്റെ മെസ്സേജ് പോലെയാണ്, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, ആൻഡ് അവർക്ക് നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് അവരെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റി കാണാം ചിലപ്പോൾ. ഓക്കെ, ആ തെറ്റിൻ്റെ റിഗ്രറ്റ് അവർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എവിടെയോ നിങ്ങളെ വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സപ്പോർട്ട് നിങ്ങൾ പരസ്പരം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്ത് കാണാം. അവരുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, അവരെ കൂടെ നിന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ അവർക്ക് ഒട്ടും ആഗ്രഹമില്ല. അതുകൊണ്ടില്ലേ
കൈ പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുന്നത്. സോ അവർ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അറിയാം that നിങ്ങളുമായിട്ടൊരു വളരെ സ്ട്രോങ് കണക്ഷനാണ്, നല്ലൊരു കണക്ഷനാണെന്നൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്ങാനും അവരുടെ ഭാഗത്ത് നിന്ന് തേർഡ് പാർട്ടിയും കെമിസ്ട്രിയും പറയുന്നുണ്ട്. പാഷനും നമ്മൾ എടുക്കുകയാണെങ്കിൽ മേ ബി അവർ വല്ല തേർഡ് പാർട്ടിയുടെ ഭാഗത്തേക്ക് പോയി കാണാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റിഗ്രറ്റ് അവർക്ക് കാണാം. ആൻഡ് ഇവിടെ ഫോർഗീവ്നെസ് പറയുന്നുണ്ട്. സോ അവർ നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് അവർ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മേ ബി ലാസ്റ്റ് ടൈം സംസാരിച്ചപ്പോൾ അവർ ചിലപ്പോൾ പറഞ്ഞ് കാണില്ല. ബട്ട് ഐ തിങ്ക് അവരുടെ മനസ്സിലിതുണ്ട്. എന്നിട്ട് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാപ്പ് കൊടുക്കുമോ എന്ന ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവോ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അതിനെ ബെറ്റർ ആക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഐ തിങ്ക് ഇടയിൽ കയറി വന്നിട്ടുണ്ട്. അതാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഫോർഗീവ്നെസ് ചോദിക്കുന്നുണ്ട്, അവർ മാപ്പ് ചോദിക്കുന്നുണ്ട്. മാപ്പ് ചോദിച്ച് നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു കാർഡ് കൂടി ഉണ്ടായിരുന്നു, യൂണിയൻ. ഞാൻ പറഞ്ഞില്ലേ, അവർ നിങ്ങളെ വിട്ടുപോകാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് ചില തെറ്റ് പറ്റി കാണും. ഓക്കെ, അതിൻ്റെ റിഗ്രറ്റ് അവർക്ക് ഉണ്ട് തീർച്ചയായിട്ടും. ഇവിടെ ലാസ്റ്റ് ടൈം നിങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ പേരിൽ അത് തേർഡ് പാർട്ടിയുടെ പേരിലായിരിക്കും. ബട്ട് ഇപ്പം അവർ ആഗ്രഹിക്കുന്നത് അതൊരു ഫോർഗീവ്നെസ്, നിങ്ങൾ മാപ്പ് കൊടുത്ത് അവരെ തിരിച്ച് സ്വീകരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കണം എന്ന രീതിക്കാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ പേഴ്സണൽ മനസ്സിൽ ഇതൊക്കെയാണ് വന്നത് ലാസ്റ്റ് ടൈം. ഓക്കെ, ഐ തിങ്ക് സിറ്റുവേഷൻസ് ഇവിടെ കുറച്ചൊരു കോംപ്ലിക്കേഷനിൽ പോയിട്ടുണ്ട് തേർഡ് പാർട്ടിയുടെ കാരണം. ഓക്കെ, കോൺഫ്ലിക്റ്റ് വന്ന് കാണാം. ബട്ട് ഇപ്പോൾ നിങ്ങൾ പറ്റിയാൽ, പക്ഷെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആലോചിക്കാം. എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, ബട്ട് അവരിവിടെ എന്തായാലും ഇവിടെ യൂണിയൻ കാണുന്നുണ്ട്, റൊമാൻറ്റിക് ഫീലിങ്സ് എല്ലാം ഉണ്ട് ആക്ച്വലി. യെസ്, ഓക്കെ, നിങ്ങൾ ശരിക്കും നിങ്ങൾ തമ്മിലൊരു വളരെ സോൾ കണക്ഷൻ തന്നെയാണ്. ഓക്കെ, അതിൽ ഡൗട്ടൊന്നുമില്ല. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പറയുകയാണെങ്കിലും ശരിക്കും അതൊരു സോൾ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ബട്ട് യെസ്, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുമോ നോക്കുക, തിരിച്ച് സ്വീകരിക്കണോ വേണ്ടേ നിങ്ങൾ തീരുമാനിക്കാം. അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്. പക്ഷെ ഓക്കെ, അവരത് നിങ്ങൾ ലാസ്റ്റ് ടൈം നിങ്ങൾ സംസാരിച്ചപ്പോൾ കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരത് ശരിയാക്കി ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ എനിവേ, ഇതാണ് ഇന്നത്തെ നമ്മൾ ഒരു സിമ്പിൾ റീഡിംഗ് ഒന്ന് എടുക്കാൻ നോക്കിയതാണ് ഞാൻ. എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.